ഈ ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭം ശരിക്കും ആസ്ഥാനത്തായി പോയി എന്നുള്ളതാണ്. കാരണം പ്രധാനമന്ത്രി കൃത്യമായ വിശദീകരണം നൽകി. 13 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അവർക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുമെന്നുമാണ് പറയുന്നത്. ഇത് സമരം ചെയ്യേണ്ട ഒരു സമയത്തല്ല അതുണ്ടായതെന്നുള്ളതാണ്. കാരണം രാജ്യത്ത് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് പ്രധാനം. അത് സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് നല്ലത് തന്നെ. പക്ഷേ അത് വളരെ വൈകിയില്ലേ? അതെ, ഇപ്പം നടക്കുന്ന സമരം, ആ സമരത്തിൽ പറയുന്ന കാരണങ്ങൾ ജെന്യുവിനാണ്. കാരണം 22 ലക്ഷം കുട്ടികൾ എഴുതിയ പരീക്ഷയാണ് അത് ക്യാൻസൽ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായി. അപ്പം സ്വാഭാവികമായിട്ടും അത് ജനിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് സമൂഹത്തിൽ, അതായത് 22 ലക്ഷം കുട്ടികൾ എന്ന് പറയുമ്പോൾ 22 ലക്ഷം കുടുംബങ്ങളാണ്. അപ്പം കോടിക്കണക്കിന് ആളുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ച്, അവരെ കുടുംബങ്ങളെ സംബന്ധിച്ചും ഒക്കെ ഇത് വളരെ ഗുരുതരമായ വിഷയമാണ്. ഇത് സർക്കാരിൻ്റെ മാത്രം വീഴ്ചയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ ഈ മത്സര പരീക്ഷകളുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാനതിൻ്റെ ഒരു നീണ്ട ലിസ്റ്റ് എടുക്കുകയുണ്ടായി. ഒരുപാട് പരീക്ഷകൾ ഈ തരത്തിൽ നേരത്തെ കോൺഗ്രസ് ഭരണ കാലഘട്ടത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലും ദേശീയ തലത്തിലുള്ള പരീക്ഷകൾക്കൊക്കെ ഇതുപോലെ ആവർത്തിച്ചിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വ്യവസ്ഥ, സമൂഹത്തിൻ്റെ ഒരുപാട് ഡിമാൻഡുണ്ട്. അപ്പം കറപ്ഷനും മറ്റുമൊക്കെ സ്കോപ്പ് കൂടുതലാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് ആസ്പിരൻസ് കൂടുതലാണ് നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ. അപ്പം കൂടുതൽ ആളുകൾ എഴുതുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഈ ചോദ്യപേപ്പർ, ഒറിജിനൽ ചോദ്യപേപ്പർ അല്ലെങ്കിലും അതിൻ്റെ ഏതെങ്കിലും ഭാഗം ഉൾക്കൊള്ളുന്ന തരത്തിലേക്കുള്ള ഒരു പേപ്പർ സംഘടിപ്പിച്ചുകൊണ്ട് മാർക്കറ്റ് ലഭിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പം പലപ്പോഴും പൂർണ്ണമായി ചോദ്യം പേപ്പർ ചോർച്ചയല്ല ഉണ്ടാകുന്നത്. ചില ചോദ്യങ്ങൾ പുറത്ത് പോകുന്ന ഒരു സാഹചര്യമൊക്കെയാണ് മുമ്പുണ്ടായിട്ടുള്ളത്. അപ്പം ഈ നേരത്തെ ഓൾ ഇന്ത്യ കോട്ടയിലെ 15% സീറ്റുകൾക്ക് വേണ്ടിയിട്ട് AIPMT എന്നുള്ള രീതിയിൽ നാഷണൽ ലെവലിലൊരു ടെസ്റ്റ് നടത്തിയിരുന്നു. അപ്പോൾ 2014-15 വരെയും 16 വരെയും അതായിരുന്നു പ്രൊസീജിയർ. അപ്പോൾ ഇതിനിടയിൽ സുപ്രീം കോടതി ഇടപെട്ട് 2013 നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ തലത്തിൽ ഒരു സിംഗിൾ പരീക്ഷ വേണമെന്നുള്ളത് സർക്കാരിൻ്റെ തീരുമാനമല്ല, സുപ്രീം കോടതിയുടെ ഒരു തീരുമാനമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനം 2013 ആദ്യം നീറ്റ് പരീക്ഷ വരുന്നത്. പിന്നീട് സുപ്രീം കോടതി തന്നെ ഇടപെട്ടിട്ട് ആ പരീക്ഷ ക്യാൻസൽ ചെയ്യുകയും AIPMT തന്നെ മുമ്പ് അതായത് സംസ്ഥാനങ്ങളായിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അതെ, അതിനോടൊപ്പം ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് ഒരു ഓൾ ഇന്ത്യ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ രാജ്യത്തെ എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ 15% സീറ്റ് ഫില്ല് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ടെസ്റ്റിൽ നിന്നാണ്. അപ്പോൾ AIPMT എന്നുള്ള ടെസ്റ്റാണ് നേരത്തെ നടത്തിയിരുന്നത്. അതിൽ ഇതുപോലെയുള്ള നിരവധി പരാതികൾ വന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനങ്ങളിൽ സമാന്തരമായിട്ടുള്ള ഒരുപാട് അഴിമതികൾ, ഇതുപോലെയുള്ള ചോദ്യപേപ്പർ ലീക്കിൻ്റെതായ ഒരു പശ്ചാത്തലത്തിലാണ് നിരന്തരം സുപ്രീം കോടതിയിൽ ഇത്തരം കേസുകൾ വന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഒരു ഏകീകൃത പരീക്ഷാ സമ്പ്രദായം വേണമെന്ന് ഒരു നിർദ്ദേശിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2013 UPA ഭരണ കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു പരീക്ഷാ സമ്പ്രദായം തുടക്കം കുറിക്കുന്നത്. പക്ഷേ ആ പരീക്ഷ പരാജയം, അത് തുടക്കം തന്നെ ചില പ്രശ്നങ്ങളുണ്ടായി. കോടതിയുടെ ഇടപെടലിൽ അത് വീണ്ടും താമസിച്ച് 2016 മുതലാണ് ഇന്ന് കാണുന്ന നീറ്റ് സംവിധാനം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് നേരത്തെ CBSE പോലെയുള്ള ഏജൻസികൾ നടത്തുമായിരുന്നു. അതിന് ബദലായിട്ട് ഒരു നമ്മൾ PSC പോലെ ഒരു പുതിയൊരു ഏജൻസിയെ, അത് സ്വയംഭരണ ബോഡിയാണ്. അങ്ങനെയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 2017 നിലവിൽ വരുന്നത്. അപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിവിധ എൻട്രൻസ് പരീക്ഷകൾ നടത്തുന്നുണ്ട്. ഇതിന് സമാന്തരമായിട്ട് UGC, നെറ്റ് എക്സാം, അങ്ങനെ നിരവധി പരീക്ഷകൾ NDA നടത്തുന്നുണ്ട്. അപ്പോൾ NDA എന്നുള്ളൊരു സംവിധാനം മിനിസ്റ്ററുടെ കീഴിലല്ല, ഡയറക്റ്റ് മിനിസ്റ്ററുടെ കീഴിൽ വരുന്നതില്ല. പക്ഷേ മോറൽ റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ്റിന് തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മൾ PSC പോലെ, ഇപ്പോൾ നമുക്കറിയില്ല, കേരളത്തിലെ PSC നേരത്തെ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് SFI നേതാക്കൾ ചോദ്യപേപ്പറും അതുപോലെ ഉത്തരം പേപ്പറും ഉൾപ്പെടെ അവരെ കൈവശം വന്ന സാഹചര്യം നമുക്ക് കേരളത്തിൽ അറിയാം. ഈ കഴിഞ്ഞ ആഴ്ചകളിലും കേരളത്തിലെ PSCയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം നമുക്കെല്ലാം ഇത് സുപരിചിതമാണ് നമ്മുടെ സിസ്റ്റത്തിൽ. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ സ്വയംഭരണമുള്ള ഒരു ഏജൻസി പരീക്ഷകൾ കൃത്യമായി നടത്താൻ വേണ്ടിയിട്ടാണ് ഈ സംവിധാനം തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാനിതിനെ സർക്കാരിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ ഈ സമരത്തെ തള്ളിപ്പറയുകയല്ല ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പരീക്ഷ നടക്കുന്നത് കഴിഞ്ഞ മെയ് 3-ാം തീയതിയായിരുന്നു. അപ്പം അതിൽ ചില അപാകതകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഗവൺമെൻറ് അകത്തുനിന്ന്, കാരണം മാധ്യമങ്ങളൊന്നും റേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സർക്കാർ തന്നെ ഇതിൽ ചോർച്ചയുണ്ടായി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്
ആ പരീക്ഷ ക്യാൻസൽ ചെയ്തു. അപ്പം ആ പരീക്ഷ ക്യാൻസൽ ചെയ്തതിന് ശേഷം ജൂൺ 21, 2026 ജൂൺ 21 പുനഃപരീക്ഷ നടത്തി. അപ്പം ഇത് പ്രഖ്യാപിക്കേണ്ടത്. അപ്പം യഥാർത്ഥത്തിൽ ഈ പാറ്റകൾ എമർജ് ചെയ്യുന്നത് ഈ കാലഘട്ടത്തിലായിരുന്നു. അന്ന് രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ പ്രതിപക്ഷവും ഈ വിഷയത്തെ സീരിയസ് ആയിട്ട് എടുത്തില്ല. അവർ ചില ചടങ്ങിന് ചില സമരങ്ങൾ നടത്തി, കേരളത്തിൽ SFI ചില സമരങ്ങൾ നടത്തി, അതിനപ്പുറം അതൊരു ജനകീയ സമരമായി മാറിയിരുന്നില്ല. പിന്നീട് ഈ പാറ്റ പാർട്ടി ഫ്രണ്ടിൽ വന്നതോടെയാണ് ഇത് കുറച്ച് മാധ്യമങ്ങൾ, കേരളത്തിലെങ്കിലും മാധ്യമങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം, 2026 മെയ് 3 നടത്തിയ പരീക്ഷ, അതിലെ ആ പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള പശ്ചാത്തലത്തിൽ സർക്കാർ തന്നെ അത് ഒരു മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാകുന്നതിന് മുമ്പേ അത് ക്യാൻസൽ ചെയ്ത് പുതിയ പരീക്ഷാ ഡേറ്റ് പ്രഖ്യാപിച്ചു. അങ്ങനെ പുതിയ പരീക്ഷ നടത്തുകയും ഈ ജൂലൈ 16 റിസൾട്ട് വരികയും ചെയ്തു. രണ്ടാമത്തെ പരീക്ഷയുടെ റിസൾട്ട് ജൂലൈ 16 വരികയും അതാത് സംസ്ഥാനത്തെ മെഡിക്കൽ ബോർഡുകൾ അഡ്മിഷൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പം നമ്മൾ കാണുന്ന ഡൽഹിയിലെ സമരം കഴിഞ്ഞ ദിവസം അരങ്ങേറുന്നത്. അതിൽ രാഹുൽ ഗാന്ധി മാത്രമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയെയും നമ്മുടെ കർണാടകത്തിലെ മുഖ്യമന്ത്രിയെ കൊണ്ടുപോയി സമരം നടത്തുന്ന ഒരു സമരാഭാസമായിട്ട് ഒരു ഭാഗത്ത് നമുക്ക് തോന്നാം. മാത്രമല്ല, നമ്മുടെ അതീവ സുരക്ഷാ മേഖലയിലേക്ക് സമരം നടത്തുക എന്ന് പറയുന്നത് കോൺഗ്രസ് 55 വർഷം ഭരിച്ചൊരു പാർട്ടിയാണ്. അതൊന്നും നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഗുണകരമല്ല. സമരങ്ങൾ പ്രതിപക്ഷത്തിന് അനിവാര്യമാണ്. സമരം ചെയ്യണം, പ്രതിഷേധിക്കണം. അതിനൊക്കെ ചില ജനാധിപത്യ മര്യാദകളുണ്ട്. അപ്പം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ചില നിബന്ധന, ഇതൊക്കെ തന്നെ കോൺഗ്രസ് ഭരണകാലത്ത് കൊണ്ടുവന്ന നിബന്ധനകളാണ്. അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരുപക്ഷെ സർക്കാരിന് കണ്ണു തുറക്കാനൊരു അവസരമുണ്ടാക്കി എന്നുള്ളതാണ്. കാരണം ഇത്തരം വീഴ്ചകൾ ഇനി ഉണ്ടാകാൻ പാടില്ല. കാരണം ഇത് ശ്രീലങ്കയിലും നേപ്പാളിലും ബംഗ്ലാദേശിലുമൊക്കെ അമേരിക്കൻ പിന്തുണയുള്ള ഡീപ് സ്റ്റേറ്റ് സ്പോൺസർ ചെയ്ത് വിജയിച്ച കലാപരിപാടിയാണ്. അത് ഇന്ത്യയിൽ വിജയിക്കണമെന്നില്ല, പക്ഷേ അവർ ശ്രമിക്കുമല്ലോ. അപ്പം ഈ സമരത്തിൽ തന്നെ നമുക്കറിയാം ഒരുപാട് ദേശവിരുദ്ധ ശക്തികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം 100 കണക്കിന് പോലീസുകാരെ ആക്രമിക്കപ്പെട്ടു. നിരവധി പോലീസ് വാഹനങ്ങൾ മറിച്ചിടുകയും കല്ലെറിഞ്ഞ് നശിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ സമരം, ഇതുപോലുള്ള ഒരു സമരം, ശാന്തമായി നടന്ന സമരം പെട്ടെന്ന് അക്രമാസക്തമായത്? അപ്പോഴാണ് നമ്മൾ പഴയ കർഷക സമരത്തിലേക്കും അതുപോലെ CAA നമ്മുടെ പൗരത്വ നിയമത്തിനെതിരായ സമരമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. കാരണം അനാവശ്യമായ അക്രമ സമരത്തിലേക്ക് പോയി. നമുക്കറിയാം, ഡൽഹിയിൽ പൗരത്വ സമയത്താണ് ഡൽഹിയിൽ വർഗീയ കലാപം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ മാനേജ്ഡാണ്. അപ്പം ഈ കോക്രോച്ച് പാർട്ടിയുടെ നേതാക്കൾ ഇന്നലെ കഴിഞ്ഞ ദിവസം അത് തള്ളിപ്പറയുകയുണ്ടായി. കാരണം ഈ അക്രമത്തെ, അപ്പോൾ അക്രമം നടത്തുന്നത് ഗുണ്ടകളാണെന്ന് അവർ ഇന്നും പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ എങ്ങനെയാണ് ഈ സമരം അക്രമത്തിലേക്ക് പോകുന്നത്? അപ്പം ഇന്ന് ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ എതിരായിട്ട് കോൺഗ്രസ് ഇത് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള തരത്തിൽ ആം ആദ്മി പാർട്ടി ആരോപിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ പ്രതിപക്ഷ നിരയിൽ തന്നെ വിഭിന്നമായ സ്വരമാണ് ഈ സമരത്തോടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ഒരുപാട് ആഘോഷിക്കുകയുണ്ടായി. നോർത്ത് ഇന്ത്യയിൽ അത്രയധികം മാധ്യമങ്ങൾ ശ്രദ്ധ നേടിയത്. പക്ഷേ കഴിഞ്ഞ ദിവസം അത് രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം കാര്യമായ ചർച്ചാ വിഷയമായി. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയം, കഴിഞ്ഞ ജൂൺ 17 ഒരു രാജസ്ഥാനിലെ കോട്ടയിലെ ഒരു പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത രാഹുൽ ഗാന്ധി പിന്നീട് ഏതാണ്ട് 18-20 ദിവസം അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ലായിരുന്നു. അതെ, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ ജൂലൈ 9-ാം തീയതിയാണ് 6-7 ശേഷമാണ് അദ്ദേഹം ലാൻഡ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഈ സമരം നയിക്കേണ്ട സമയത്ത് അദ്ദേഹം വിദേശത്ത് സുഖവാസത്തിലായിരുന്നു. ഇന്ത്യയുടെ ഒരു പ്രധാന പ്രശ്നം, ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രധാന പ്രശ്നം വെച്ചാൽ നമുക്കൊരു മുഴുവൻ സമയ പ്രതിപക്ഷ നേതാവില്ലെന്നുള്ളതാണ്. ഈ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പാർട്ട് ടൈമായി മാറി. അപ്പം ഇടയ്ക്കിടയ്ക്ക് പ്രതിപക്ഷ നേതാവ് മുങ്ങും. അത് KC വേണുഗോപാൽ ഒഴിച്ച് വേറെ ആർക്കും എവിടെയാണെന്ന് അറിയില്ല. അപ്പം നമ്മുടെ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് ഇത്തരം വിവരങ്ങൾ ഉണ്ടാവുമായിരിക്കും. അപ്പം ഇവിടെ വളരെയധികം സുരക്ഷാ സംവിധാനങ്ങളുടെ അകത്താണ് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത്. പക്ഷേ അദ്ദേഹം വളരെ ലിബറലായിട്ട് വിദേശ രാജ്യത്ത് പോയി കാലാകാലങ്ങൾ സുഖവാസം കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പം ഇതുപോലുള്ളൊരു ഗുരുതര വിഷയത്തിൽ പാർട്ടികളിലൂടെ സമരം നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി സുഖവാസ കേന്ദ്രത്തിലായിരുന്നു. പക്ഷെ മടങ്ങി വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം വീണ്ടും അതിൻ്റെ മുൻനിരയിൽ വന്ന് ഒരു സമരാഭാസം എന്നുള്ള തരത്തിലേക്ക് അത് പാർലമെൻറ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഗവൺമെൻറ് ചർച്ച ചെയ്യാമെന്ന് ഇന്ന് പാർലമെൻറ്റിൽ
ഇന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായിട്ട് പാർലമെൻറ്റ് കാര്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ആ തരത്തിലുള്ള ചർച്ച നടക്കാൻ സാധ്യതയില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കാനുള്ള ബാധ്യത എല്ലാ കാലത്തും പ്രതിപക്ഷത്തിനുണ്ട്. യഥാർത്ഥത്തിൽ ജനാധിപത്യ സംവിധാനം, വിശേഷിച്ചും പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനം വിജയിക്കണമെങ്കിൽ ശക്തമായ പ്രതിപക്ഷം വേണം. അപ്പം ഈ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷത്തിൽ ആ ആത്മവിശ്വാസം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികളിൽ വലിയൊരു ശതമാനം പേര് ഇന്ന് ഭരണപക്ഷത്തേക്ക് ചായുന്നത്. അത് തൃണമൂൽ കോൺഗ്രസിലും NCPയിലും ശിവസേനയിലും ആം ആദ്മി പാർട്ടിയിൽ നിന്നുമൊക്കെ ബഹുഭൂരിപക്ഷം MP-മാർ NDA പക്ഷത്തേക്ക് കടന്നത് പ്രതിപക്ഷ നിരയിൽ പ്രതീക്ഷയില്ലാത്തതുകൊണ്ടാണ്. പ്രതീക്ഷയില്ലാന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ പരാജയമാണ്. അപ്പം ഇവിടെ ഈ നീറ്റിനെതിരായ സമരം ശരിക്കും ആ വിഷയം ജെന്യുവിനായൊരു വിഷയമാണ്. അത് ഇന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നടത്തുന്നത് ഒരു തികച്ചും രാഷ്ട്രീയ പ്രേരിത സമരമാണ്. ഈ സമരത്തിൽ വ്യാപകമായി ദേശവിരുദ്ധ ശക്തികൾ കടന്നുകൂടിയിട്ടുണ്ട്. അത് നേരത്തെ പൗരത്വ നിയമത്തിനെതിരായും കർഷക സമരത്തിലും ഉണ്ടായതുപോലെയുള്ള ഒരു അമേരിക്കൻ അജണ്ട ഇതിൻ്റെ പുറകിലും ഉണ്ടാകും. അത് എത്രമാത്രം വിജയിക്കുമെന്നുള്ളത് നമ്മൾ വരുന്ന നാളുകളിൽ കണ്ടറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.